ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ റെസ്റ്റിലാണ് കേട്ടോ. ആ സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കരിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കരിയിലിട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ മറ്റേ നേപ്പാളികളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചെയ്യുമല്ലോ, കുറേ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ തയ്യേക്കുക. അപ്പം ഞാൻ ആ ടെക്നിക്കാട്ടോ ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ആദ്യം കരിയില കുറച്ച് മണ്ണ്, ഇനി നമ്മളതാ ഈ വത്തക്കൻ്റെ തൊലി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതോട് കുറേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി തൊലിയൊക്കെ ഉണ്ട്, പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ തൈ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരെ തൈയൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ ചിത്രത്തിൽ കാണുന്ന പോലെ കൊലകൊലായിട്ട് കായ്ച്ചിക്കൂല, അതേപോലെ നമ്മളെ വഴുതനങ്ങൻ്റെ തൈയും കൊലകൊലായിട്ട് കായ്ക്കല്ലേ, നമുക്ക് നോക്കാമല്ലോ. അപ്പം ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരും കേട്ടോ, കായ്ച്ചോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ടെക്നിക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കി. സക്സസ് ആവുമല്ലോ ഒന്നും അറിയില്ല കേട്ടോ. നമ്മളെ വഴുതനങ്ങ വെച്ചെടുക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ എന്താവും നമുക്കറിയാം. ഇനിയിപ്പോൾ വളം കയറിയിട്ട് ആകെ മുരടിച്ച് പോകുമെന്നും അറിയില്ല കേട്ടോ, ഉണ്ടാവുമെന്നും അറിയില്ല, അവരുടെ എന്താ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ അസുഖങ്ങളൊക്കെ മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കിട്ട് എല്ലാവരും, ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ.